ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കഷ്ടതയുടെ കാലങ്ങളെ അനുഗ്രഹങ്ങളുടെ കാലങ്ങളാക്കി മാറ്റുന്ന കർത്താവിൻ്റെ കാരുണ്യത്തെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം. ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കഷ്ടത തന്നപ്പം നൽകിയാലും ക്ലേശത്തിൻ പാനീയം നൽകിയാലും കഷ്ടത തന്നപ്പം നൽകിയാലും ക്ലേശത്തിൻ പാനീയം നൽകിയാലും ഹൃദയം നുറുങ്ങിയോക്കെന്നും ദൈവം രക്ഷയായി ചാരയുണ്ട്. കരഞ്ഞു തളർന്നവർക്കെന്നും ദൈവം ശാന്തിയായി കൂടെയുണ്ട്. ഹൃദയം ും ദൈവം രക്ഷയായി ചാരയുണ്ട്. കരഞ്ഞു തളർന്നവർക്കെന്നും ദൈവം ശാന്തിയായി കൂടെയുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48 അധ്യായം 10 വാക്യം. The book of Isaiah, chapter 48, verse 10. ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല. കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, ഞാൻ നിന്നെ ശോധന ചെയ്തു. കഷ്ടതയുടെ കാലങ്ങളിൽ കർത്താവ് കൈവിട്ട് കളയില്ല എന്ന് നമ്മൾ ഏറ്റുപാടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഈ വചനത്തിലും നമ്മൾ കാണുന്നത് അതേ കാഴ്ചയാണ്. ദൈവം ജനത്തിൻ്റെ സഹനങ്ങളെ കാണുന്നു, അക്നോളജ് ചെയ്യുന്നു. ഒപ്പം കർത്താവ് അതിൻ്റെ പർപ്പസിനെ, അതിൻ്റെ പദ്ധതിയെ വെളിപ്പെടുത്തുന്നു. കഷ്ടതകളിലൂടെ ശുദ്ധീകരിക്കപ്പെടുകയാണ്. സഹനകാലത്ത് നീ കടന്നു പോകുമ്പോൾ നീ അഗ്നിശുദ്ധി വരുത്തി നിന്നെ തന്നെ പ്യൂരിഫൈ ചെയ്യുകയാണ്. ഒരു സഹനവും പാഴായി പോകാൻ കർത്താവ് അനുവദിക്കില്ല. എന്നെ കേൾക്കുന്ന നീ ഈ നേരത്ത് കടന്നു പോകുന്ന ഒരു സഹനാനുഭവം, നിന്റെ മിഴികളിലെ കണ്ണുനീര്, അത് വെറുതെയായി പോകാൻ കർത്താവ് അനുവദിക്കില്ല. ഈ നോമ്പ് കാലം നമുക്ക് ഉറപ്പ് തരുകയാണ്. നിന്റെ ഞെരുക്കങ്ങളുടെ പിന്നാലെ ഒരു കൃപ പെയ്തിറങ്ങുന്നുണ്ട്. നീ എടുക്കുന്ന കുരിശുകൾക്ക് പിന്നാലെ ഒരു ഉദ്ധാനത്തിൻ്റെ അനുഭവം നിനക്കായി കാത്തിരിപ്പുണ്ട്. കർത്താവിൻ്റെ നിയന്ത്രണത്തിലാണ് ഞാനും എൻ്റെ ജീവിതവും എൻ്റെ കുടുംബവും ഞാൻ കടന്നു പോകുന്നതൊക്കെയുമെന്ന് തിരിച്ചറിഞ്ഞ് ഈശോയുടെ പദ്ധതികളെ നമുക്ക് ഏറ്റുപറയാൻ കഴിയട്ടെ. സെയിൻറ്റ് കാതറിൻ ഓഫ് സിയന പറയുന്നൊരു കാര്യമുണ്ട്: നത്തിങ് ഹാപ്പൻസ് അൺലെസ് ഗോഡ് വിൽസ് ഇറ്റ് ഫോർ അവർ ഗുഡ്. നമ്മുടെ നന്മയ്ക്കായി ദൈവം ആഗ്രഹിക്കാത്ത പക്ഷം നമ്മുടെ ജീവിതത്തിൽ ഒന്നും നടക്കില്ല. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവൻ്റെ ജീവിതത്തിലെ സഹനങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ നിറമുണ്ട്. പാപത്തിൽ നിന്ന് മാറി നിൽക്കുന്നവൻ്റെ ജീവിതത്തിൽ കണ്ണീരനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കൃപയുടെ പെയ്ത്തിൻ്റെ ആരംഭമാണെന്ന് തിരിച്ചറിയണം. എല്ലാ ഞെരുക്കങ്ങളെയും കർത്താവിൻ്റെ സ്ലീവായോട് ചേർത്ത് വെച്ച് ഈ ദിവസം ആരംഭിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ഞെരുക്കങ്ങളിൽ, എൻ്റെ കഷ്ടതകളിൽ എന്നോടൊപ്പം ഉണ്ടായിരിക്കണം. എൻ്റെ വേദനകളെ നീ കൃപകളാക്കി മാറ്റണമേ. എൻ്റെ ജീവിതത്തെ പൂർണ്ണമായും തിരുമുമ്പാകെ ഞാൻ ഭരമേൽപ്പിക്കുന്നു. ഈ ദിവസത്തിൻ്റെ എല്ലാ അധ്വാനങ്ങളെയും കർത്താവിന് വിട്ടുകൊടുത്ത്
ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.